ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാനവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആകെ ഒരു ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. കുളിച്ച് ജസ്റ്റ് ഇങ്ങനെ വന്നേക്കാം കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഞാൻ കെമിക്കൽ പീലിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഫേസ് എങ്ങനെയാണ് ഇങ്ങനെ ക്ലിയർ ആയത്, എന്ത് ചെയ്തിട്ടാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് എൻ്റെ ഫേസിൽ മുന്നേ ഫുൾ പിമ്പിൾസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാട്ടോ ശരിക്കുള്ള വ്യൂവും കാര്യങ്ങളും. ദേ ഇവിടെ പിമ്പിൾസ് ഒന്നുമില്ല, ബട്ട് ആ പിമ്പിൾ വന്ന പാട് പോയിട്ടില്ല കേട്ടോ. അത് ഇതിനും കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞിങ്ങനെ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല. കുറച്ച് ഹോം റെമഡീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഈ കഞ്ഞിവെള്ളം ചോറും കൂടിയിട്ട് അരച്ചിട്ട് തേക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ഓറഞ്ച് പീൽ പൗഡർ തേക്കാറുണ്ട്. അതൊക്കെ ചെയ്യണതിൻ്റെ ഒരു വീഡിയോ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനായിട്ട് കാട്ടിത്തരാം കേട്ടോ. പിന്നെ വേറെ കാര്യമായിട്ട് ഒന്നും ഒരു പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ തേക്കാറില്ല. പിന്നെ അലോവേറ ജെല്ല് നന്നായി തേക്കാറുണ്ട്, രാവിലെയും തേക്കാറുണ്ട്, അതുപോലെ തന്നെ വൈകിട്ടും തേക്കാറുണ്ട്. അല്ലാണ്ട് ഫേസിൽ വേറെ രീതിയിൽ ഒരു കെമിക്കൽ പീലോ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കാലം എന്നാണോ പറയുക, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിങ്ങനെ കണ്ണി കണ്ട ഇപ്പോൾ വൈറൽ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ണി കണ്ടതൊക്കെ തേച്ചിട്ടാണ് എനിക്ക് എന്താ പറയുക പിമ്പിൾസ് കൂടുതൽ വന്നേക്കണേന്ന് തോന്നുന്നു. ഒന്നും തേക്കാണ്ടായ പ്രത്യേകിച്ച് പിമ്പിൾസും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് തേച്ചിട്ട് അത് നമ്മൾ യൂസ് ആക്കണം. നമ്മൾ ലൈഫ് ലോങ് ഇപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ആണെങ്കിലും അതൊക്കെ ആണെങ്കിലും നമ്മളത് ലൈഫ് ലോങ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം, എന്നാലാണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആ കളറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത്രത്തോളം പാഷനേറ്റ് ആയിരിക്കണം സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ. എനിക്കൊന്നും അങ്ങനെ അത്രത്തോളം ഞാനാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പോൾ 2 കുറുനരികളുണ്ട് കേട്ടോ, അവരെ ചിരിയൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല. പിന്നെ എണ്ണമയുള്ള പലഹാരങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഞാൻ കഴിക്കാറും ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു കാര്യമായിട്ട് അങ്ങനെ പിമ്പിൾസ് ഒന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നാലായി. പിന്നെ നന്നായി വെള്ളം കുടിക്കും, ഇതൊക്കെയാണ്. അപ്പോൾ ഈ കെമിക്കൽ പീലിംഗ് ചെയ്തിട്ട് ഞാൻ ഒരുവട്ടം നിറച്ച് പിമ്പിൾസും ആകെ ഫേസ് ഭയങ്കര ഡാർക്കായ പോലെ. ഇപ്പോഴും ആ ഡാർക്ക്നെസ് കംപ്ലീറ്റ് ആയി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാൻ കാര്യമായിട്ട് നന്നായി തടിച്ചിട്ടൊന്നുമില്ല, ഭയങ്കര ഓവർ വെയ്റ്റോ ഭയങ്കരമായിട്ട് വണ്ണോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഈ കെമിക്കൽ പീലിംഗ് ഞാൻ ശരിക്കും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുവട്ടം, കാരണം അത്ര അധികം പിമ്പിൾസും അത്ര അധികം പാടുകളൊക്കെ ആയിട്ട് ഞാൻ കുറേ പേരോടൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി ചെയ്തിട്ട് അവളുടെ ഫേസ് ഭയങ്കര നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ട് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കുറേ സിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രഗ്നൻ്റ് ആയവർക്ക് ചെയ്യാൻ പറ്റില്ല, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ആ ടൈമിൽ എൻ്റെ ഫേസ് അത്രയും സിവിയർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ചെയ്താലോ, അത്രത്തോളം പിമ്പിൾസും കാര്യങ്ങളും പാടുകളായിരുന്നു കേട്ടോ. പിന്നെ അത് ഗ്രാജുവലി ഒന്നും തേക്കാണ്ട് ഇപ്പോൾ എന്താ പറയുക എണ്ണ പലഹാരങ്ങളോ അല്ലെങ്കിൽ ഓയിൽ വറുത്തിട്ടുള്ള അങ്ങനെ സാധനങ്ങളോ അതൊക്കെ കഴിക്കൽ നിർത്തി. പിന്നെ അതുമാത്രമല്ല വെള്ളം നന്നായിട്ട് കുടിക്കും. പിന്നെ ഫുഡ് നോർമൽ കഴിക്കണ പോലെ അല്ലാണ്ട് വേറെ ആവശ്യമില്ലാത്ത കുറേ ഫാറ്റ് കണ്ടൻറ്റുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പിമ്പിൾസ് ഒന്നും ഫേസിൽ അങ്ങനെ വരുന്നില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളർ വെച്ച് വെളുത്ത് അങ്ങനെ ആയിട്ടില്ല, ഉള്ളതുപോലെ തന്നെ കുറച്ചൊന്ന് മുന്നത്തെ ആ ഒരു ക്ഷീണമൊക്കെ മാറൊന്ന് ബ്രൈറ്റൻ ആയ പോലെ ആയിട്ടൊക്കെ തോന്നിയണേ. അല്ലാണ്ട് വേറെ നോക്കുമ്പോൾ അവിടെ 2 ചെയ്യണേ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ നൈറ്റ് ടൈം സ്കിൻ റൊട്ടീൻ ചെയ്യണത് ഞാൻ അലോവേറ ജെല്ല് ഏതാണ് യൂസ് ആക്കണതെന്നോ അതും കൂടി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഈ ഒന്ന് കാട്ടി കൊടുക്കട്ടെ, ഗുഡ് ബോയ് അല്ലേ പ്ലീസ്. ഇവിടെ ഇതിന് വേണ്ടി ഇവിടെ വഴക്കാട്ടോ. ഒന്നിനവിടെ കാറ് ഇതുമതി, അവനിപ്പോൾ അലോവേറ ജെല്ല് കിട്ടാണ്ടാണ്. ഹിമാലയയുടെ അലോവേറ ജെല്ലാട്ടോ, അടിപൊളി അലോവേറ ജെല്ലാണ്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഏട്ടൻ യൂസ് ചെയ്യണം കണ്ടിട്ടാണ് ഞാനിത് യൂസ് ചെയ്യണം. ഏട്ടൻ്റെ സ്കിൻ കെയറിൽ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഏട്ടന് നല്ല സ്കിന്നാണ്. അപ്പോൾ ഏട്ടൻ യൂസ് ചെയ്യണം കണ്ടിട്ടാണ് ഞാൻ ഹിമാലയയുടെ എന്താ പറയുക അലോവേറ
ആൻഡ് ബോഡി മോയ്സ്ചറൈസർ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്താ പറയുക മോയ്സ്ചറൈസർ ആട്ടോ. അപ്പം ഞാനിത് കുറച്ചെടുക്കും, എന്നിട്ട് ഫേസിൽ കുറച്ച് വളരെ കുറച്ചിട്ടോ എടുത്തിട്ട് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ ഫേസിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും യൂസ് ആക്കണില്ല. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് യൂസ് ആക്കും. പിന്നെ എൻ്റെ മുഖത്താണെങ്കിൽ ഇപ്പോൾ ആകെയുള്ളൊരു സ്കിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് പോറ് വരുന്നുണ്ട് കേട്ടോ. പോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണണ്ടോന്ന് അറിയില്ല, പോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പോർട്സ് ഇങ്ങനെ പോണേന്ന് പോയിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്കൺ ആവണമെന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടതിന് ഒരു നല്ലൊരു അടിപൊളി ഒരു കുട്ടിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവമൊക്കെ യൂസ് ആക്കിയിട്ടും എനിക്ക് ഫേസിൽ നല്ല ടീ ട്രീ ഓയിലും അതൊക്കെ യൂസ് ആക്കിയിട്ട് നല്ല ചേഞ്ച് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അതൊക്കെ അതും ഞാൻ ഇടയ്ക്ക് യൂസ് ആക്കാറുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഇപ്പോഴും മോർണിംഗും നൈറ്റും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീൻ. പിന്നെ ഞാൻ ടീ ട്രീ ഓയിലും യൂസ് ആക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ. ബാക്കിയുള്ള പ്രൊഡക്ട്സോ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ യൂസ് ആക്കാറില്ല. അതുകൊണ്ട് തന്നെ മുഖത്തിന് നല്ല മാറ്റമുണ്ട്. ഇനി ഈ പാട് പോകാൻ ഞാനിപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാമെന്നതാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്, ഒരു കമൻറ്റ് റിയാക്ഷൻ നമുക്കിനി ലോങ് വീഡിയോയിലും കൂടി പറയാം കേട്ടോ. കുറച്ച് ആൾക്കാർ ഓരോ കമൻസൊക്കെ ഇടാറുണ്ട്. ഇൻസ്റ്റയിൽ എന്നെ എന്തോ പറഞ്ഞപ്പോൾ ഇതൊരു പെൺകുട്ടി തന്നെ തിരിച്ച് നല്ല മറുപടി പറഞ്ഞു കൊടുത്തു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറേ സ്ട്രേഞ്ചേഴ്സ് സ്റ്റൂട്ടപ്പ് ചെയ്തിട്ട് എന്താ പറയുക എനിക്ക് വേണ്ടി സംസാരിക്കണത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര, നിങ്ങൾക്കറിയില്ല എത്രത്തോളം, അതായത് സ്ട്രേഞ്ചർക്ക് ഒരു പരിചയം. ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കണ സമയത്ത് സ്നേഹ നമുക്ക് മോമോസ് കൊണ്ടുവന്നിട്ട്, എന്ത് മോമോസ് ആണെന്നറിയ, ഫ്രൈഡ് മോമോസ് ആട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ഫ്രൈഡ് മോമോസ് കഴിച്ചിട്ടില്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഫ്രൈഡ് മോമോസ് കഴിക്കലാട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്. അവളുണ്ട്, രാവുണ്ണിയും പൊണ്ണും ഒക്കെ ഭയങ്കര അലക്കാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്നലെ പിന്നെ കുറേ അവിടെ കളിച്ചിരുന്ന് സമയം പോയി ഇതറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചാർജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു ഇപ്പോൾ എടുക്കാമെന്ന്. അപ്പോൾ ഞാനും ഫണ്ണു ബാബി മാത്രമല്ല കേട്ടോ. ഫണ്ണു ബാബി ഇപ്പോൾ ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ കളിച്ചുകൊണ്ട് കേട്ടോ. എനിക്കത് നല്ല ക്ഷീണമാണ്, വലിയ സുഖമൊന്നുമില്ല, എന്നാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അധികം കൂടുതൽ പറയുന്നില്ല, തീരെ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.